കർത്താവെ പുതിയ വർഷത്തെ പ്രവേശിക്കുവാതെ കൊണ്ട് ദൈവമേ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. അനേകം കുറവുകളും ബലഹീനങ്ങളുണ്ട് കർത്താവെ. വീണ്ടും പുതിയ വർഷത്തിലേക്ക് നാം ആയിരിക്കുമ്പോൾ പുതിയ തീരുമാനത്തോടെ പുതുക്കത്തിലെ അനുഭവത്തിലായിരിക്കാതെ കൊണ്ട് ദൈവമേ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. സമുച്ചയ അനുഭവത്തിലായിരിക്കാതെ കൊണ്ട് ദൈവമേ ഇടയാകണമേ. ഈ ദേവാലയത്തെ മൊത്തമായ ദൈവമാകെ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളും ദൈവമാകെ സമർപ്പിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, തലമുറ അനുഗ്രഹിക്കണമേ. വാങ്ങിപ്പോയ പൂർവികരെല്ലാം ദൈവമാകെ സമരുടെ എല്ലാ അനുഗ്രഹവും മധ്യസ്ഥയും ഫലത്തലമുറ ഉണ്ടാകുന്നപ്പോൾ ദൈവമേ ഇടയാകണമേ. ഈ സത്യേറ്റവും അത്ഭുതമായ സമത്വ അനുഭവത്തിൽ സന്തോഷത്തിന്റെ നിറവിന്റെ അനുഭവത്തിൽ ആയിരിക്കാൻ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവെ ഭവനത്തിലേക്ക് മടങ്ങി ചേരാത്തപ്പോൾ ദൈവമേ ഞങ്ങളെല്ലാവരും ഇടയാക്കണമേ. ആയ പിതാവിന്റെയും പുത്രന്റെയും ശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചത് ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷത്തിലൂടെ സമാഗതം ആയിരിക്കുന്നു. ഈ ആഘോഷത്തിൽ പങ്കുകൊള്ളുവാൻ ദൈവം നമുക്ക് ഈ ഒരു അവസരം കൂടെ നൽകിയതിനെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞു. ഈ ശബ്ദം കേട്ട്, ഈ അരുളപ്പാട് കേട്ട് മറിയ പരിഭ്രാന്തയായെങ്കിലും ഇതെന്തൊരു വന്ദനമെന്ന് അവൾ തന്നെത്താനെ പറഞ്ഞിട്ട് ആ ദൂതനോട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞു. അതായത് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവളോട് പറയുന്നു, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും കാക്ഷിക്കുന്നത് അതാണ്, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണം. മറിയയെ വിളിച്ച്, മറിയെ നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാം ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ച് നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് കേൾക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുമെങ്കിൽ ഏറ്റവും ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ ദൂതൻ നമ്മളോട് സംസാരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ ദൈവകൃപയിലാണ് വളരുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും. ഇത് കൃപയുടെ കാലമാണ്. ദൈവകൃപയിലാണ് നമ്മൾ ഓരോരുത്തരും വളരുന്നതും പ്രവർത്തിക്കുന്നതും. അതിൽ നമുക്ക് പ്രത്യാശിക്കാം. എന്നിട്ട് മറിയ ആ ദൂതനോട്, നിന്റെ ഹിതം പോലെ എനിക്ക്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. മറിയയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ദൈവഭക്തിയായ, വിനയശീലമുള്ള, സൗമ്യശീലമുള്ള ഒരു ബാലിക ആ നാട്ടിലന്ന് വളരെ കുറവാണ്. മറ്റാരും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ടാണല്ലോ ആ ദൈവദൂതൻ മറിയയോട് ഈ വാക്ക് അരുളിച്ചത്, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭാവിക്കട്ടെ എന്ന് ആ മറിയ പറയുകയാണ്. ക്രിസ്മസിൻ്റെ ജീവശ്വാസം തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, ക്രിസ്മസിൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നത് ഈ മംഗളവാർത്ത അറിയിക്കലും ഈ മംഗളവാർത്ത സ്വീകരിക്കലുമാണ്. മംഗളവാർത്ത ഏതാണ്? മംഗളവാർത്ത ഗബ്രിയേൽ ദൂതൻ മറിയമ്മനോട് പറഞ്ഞതാണ് മംഗളവാർത്ത. നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ ഫലം അറിയുവാൻ, ഒരു ഇലക്ഷൻ തന്നെ നടന്നാൽ ആ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ വളരെ താല്പര്യത്തോടെ നമ്മൾ കാത്തിരിക്കും. അതായത് യഹൂദന്മാരുടെ വംശത്തിൽ യേശു ക്രിസ്തു ജനിക്കുമെന്ന് പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി രാജകൊട്ടാരത്തിലും പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളിലും കന്യകമാരെ ഒരുക്കി നിർത്തിയിരുന്നു. എന്നാൽ യേശു ജനിച്ചത് ഈ കൊട്ടാരത്തിലോ കന്യകമാരിലോ ആ ധനാഢ്യന്മാരുടെ ആ പാരമ്പര്യത്തിലോ അല്ല. യേശു ക്രിസ്തു ഏറ്റവും പാവപ്പെട്ട, ദരിദ്രയായ, ദൈവഭക്തയായ, സൗമ്യശീലമുള്ള ആ മറിയാമിലാണ് ദൈവം ജനിക്കുന്നത്. അതുപോലെ തന്നെ അതായത് ദൈവത്തെ മറിയാം പ്രസവിക്കുന്നത് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മോശമായ ചുറ്റുപാടുള്ള, അവിടുത്തെ സാധാരണക്കാർ പോലും താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ സൗകര്യം ഒന്നുമില്ലാത്ത കാര്യത്തൊഴുത്തിലാണ് മറിയ ആ യേശുവിനെ പ്രസവിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ യേശുവിനെ ആദ്യമായി കാണുന്നത് ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും മോശമായ ചുറ്റുപാടിൽ ആരാലും അറിയപ്പെടാത്ത രീതിയിൽ ആടിനെ മേയിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരു കൂട്ടരാണ് ആട്ടിടയന്മാർ. അവർ രാത്രിയിൽ ആടിനെ കാത്തുകൊണ്ട്
വെളിപ്രദേശത്ത് മഞ്ഞുകൊണ്ട് അവർ കഴിയുന്നവരാണ്. അവരിലാണ് ദൈവത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവദൂതൻ ആദ്യമായി അറിയിക്കുന്നത് തന്നെ. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്ക് വേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് ദൈവദൂതൻ ആ ആട്ടിടയന്മാരെ അറിയിക്കുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. അതാണ് ക്രിസ്തുവിന്റെ സന്തോഷം എന്ന് പറയുന്നത്. അതായത് ആട്ടിടയന്മാരോട് ദൈവദൂതൻ ഈ സദ്വാർത്ത അറിയിക്കുന്നു. അവർ ആ യേശു കുഞ്ഞിനെ അവിടെ ചെന്ന് വന്ദിച്ച് വണങ്ങി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ 2-3 കാര്യം നമ്മൾ ഓർക്കുമ്പോൾ, യേശുവിൻ്റെ ജന്മമെടുത്തത് ഏറ്റവും പാവപ്പെട്ട ഒരു ബാലികയിൽ, യേശുവിനെ പ്രസവിച്ചത് ഏറ്റവും മോശമായ ചുറ്റുപാടുള്ള ഒരു സ്ഥലത്ത് കാര്യത്തൊഴുത്തിൽ, യേശുവിനെ ആദ്യമായി കണ്ടത് ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ആട്ടിടയന്മാർ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു പാവങ്ങളെ ആണ് കൂടുതൽ കാണുന്നത്. പ്രയാസവും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ ചേർക്കാനാണ് യേശു ഇഷ്ടപ്പെടുന്നത്, അവരോടൊത്ത് കഴിയാനാണ് യേശു ഇഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകും. ക്രിസ്മസ് മൂലം നമുക്ക് ലഭിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ്. ഈ ക്രിസ്മസ് നമുക്ക് ഇത്രയും സന്തോഷം നൽകുന്ന, ലോകത്തിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു ദിവസം അത്രേ ക്രിസ്മസ് ദിവസം. അത് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ള സന്തോഷമാണ് സന്തോഷം. അതായത് പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടി, അവർക്ക് സ്വർഗരാജ്യം അവകാശമാക്കി കൊടുക്കുവാൻ വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ പ്രധാന സന്ദേശം. അതാണ് ക്രിസ്മസിൻ്റെ സന്തോഷം. അതിനായി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. യേശു സ്നേഹമാകുന്നു. ഈ സന്തോഷവും സ്നേഹവും പരസ്പരം ബന്ധപ്പെട്ടതാണ്. അത് പരസ്പര പൂരകങ്ങളാണ്. സന്തോഷമുള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജനനം മൂലം എല്ലാവരും സന്തോഷത്തിലാണ്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തന്നെ പറഞ്ഞത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അതുപോലെ തന്നെ പൗലോസ് കോരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ശബ്ദത്തിൽ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുകുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്നാണ് പറയുന്നത്. അതായത് സ്നേഹം അല്ലെങ്കിൽ സന്തോഷം, അതാണ് ക്രിസ്മസിൻ്റെ പ്രധാന കാര്യം. നമ്മൾ പരസ്പര സ്നേഹത്തിൽ, പരസ്പര സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുക. അതാണ് ക്രിസ്തു ജനിച്ചത് മൂലം നമ്മുടെ ലോകത്തിനുള്ള ഏറ്റവും വലിയ ഭാഗ്യം. ഈ സന്തോഷവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് യേശുവിനെ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ജാതം ചെയ്യുവാനുള്ള ആ ഒരു ഒരുക്കം നമ്മളിൽ ഉണ്ടാകണമെന്ന്, അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹകരമായിരിക്കും. ആ മറിയോട് ദൈവദൂതൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് ഉള്ള ശബ്ദം നമുക്ക് കേൾക്കുവാൻ നമുക്കിടയാകണം. അതിന് ഈ നമ്മുടെ എല്ലാവരും നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ പരസ്പര സ്നേഹത്തിലും സന്തോഷത്തിലും ഈ ക്രിസ്മസിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സംസാരത്തിൽ വിരമിക്കുന്നു.
പ്രത്യക്ഷപ്പെട്ടു. അവൾ അതിശയിച്ച് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ മാലാഖ പറഞ്ഞു, മേരി, നീ ഭയപ്പെടേണ്ട, ഞാൻ ഗബ്രിയേൽ മാലാഖയാണ്. നീ ഒരു ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം. അപ്പോൾ മേരി അനുസരണയോടെ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. മാലാഖ മേരിയെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷമായി. ജോസഫിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണിയേശുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ മേരിയുടെയും ജോസഫിന്റെയും കല്യാണം കഴിഞ്ഞു. അക്കാലത്ത് സീസർ ചക്രവർത്തി കൽപ്പിച്ചു എല്ലാ ജനങ്ങളുടെയും പേര് എഴുതി ചേർക്കണമെന്ന്. അങ്ങനെ ജോസഫും മേരിയും പേരെഴുതി ചേർക്കാൻ വേണ്ടി ബെത്ലഹേമിലേക്ക് പോയി. അപ്പോൾ മേരി പൂർണ്ണ ഗർഭിണിയായിരുന്നു. ജോസഫ് മേരി ഒരു കഴുതപ്പുറത്ത് കയറ്റി ബെത്ലഹേമിലേക്ക് യാത്ര തുടങ്ങി. അവർ കുറേ ദിവസം യാത്ര ചെയ്തു. അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമയത്ത് അവർ ബെത്ലഹേമിലെത്തി. അവർ വളരെ ക്ഷീണിതരായിരുന്നു. മേരിക്ക് പ്രസവ സമയം അടുത്തു. അപ്പോൾ ജോസഫ് ഒരു വഴി കണ്ടെത്തി, ഒരു കാലിത്തൊഴുത്ത്. ആ കാലിത്തൊഴുത്തിൽ ജോസഫ് കച്ചി കൊണ്ട് ഒരു സ്ഥലമുണ്ടാക്കി. ആ രാത്രി തന്നെ ഉണ്ണിയേശു ജനിച്ചു. ഉണ്ണിയേശുവിന്റെ ജനനം ആദ്യമായി അറിഞ്ഞത് ആട്ടിടയന്മാരാണ്. ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഉണ്ണിയേശുവിന്റെ ജനനത്തെ പറ്റി അവരെ അറിയിച്ചു. അവൾ വളരെ സന്തോഷമായി. അവർ ഉണ്ണിയേശുവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ തെക്ക് ഭാഗത്ത് ഒരു വലിയ നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രത്തെ കണ്ട് 3 ജ്ഞാനികളും ഉണ്ണിയേശുവിനെ കാണാൻ വേണ്ടി പോയി. ഉണ്ണിയേശു ജനിച്ച ആ ദിവസമാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് സാക്ഷ്യങ്ങൾ നേടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു.
Thank you.
കുളിരും രാവിൽ രാപാത്തിരുന്നു ഗജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുവാസത്തിൻ കുളിരുണ്ടാകും. ഗജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയിൽ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയിൽ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നി വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നി വന്നു.